എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കോഴിക്കോട് ബീച്ചിൽ ആവേശോജ്വല തുടക്കം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന മേളയുടെ ആദ്യ ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ 200ഓളം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റങ്ങളുടെയും നേർക്കാഴ്ചയാണ് ഈ മേള. മെയ് 12 വരെ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന മേള ഭരണ മികവിന്റെ നാനാതലങ്ങളിലെ വികസന കുതിപ്പിന്റെയും നേർസാക്ഷ്യമായി മാറുകയാണ്. സർക്കാരിൻ്റെ 2025 ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ട്, അതായത് ഇലക്ട്രിക്കൽ വേസ്റ്റ് നമ്മൾ നിർമ്മാർജ്ജനത്തിന് വേണ്ടി KSEB നമ്മൾ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിലുള്ള കേടായ LED ബൾബുകൾ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമ്മൾ പരിശീലിപ്പിച്ച് കേടായ ബൾബുകൾ നന്നാക്കി കൊടുക്കുകയാണ്. അതുപോലെ ഇലക്ട്രിക്കൽ ഫാന് നമ്മളിവിടെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്കത് പരിശീലിപ്പിക്കുകയാണ്, BLDCയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം എനർജി സേവിംഗ് ആണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തത് നമുക്ക് വേസ്റ്റ് നിർമ്മാർജ്ജനമാണ്. വേസ്റ്റ് സർക്കാരിൻ്റെ 2025 മിഷൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വേസ്റ്റ് പൂർണ്ണമായി നമുക്ക് എന്ത് ചെയ്യണം, നിർമ്മാർജ്ജനം ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ എക്സിബിഷൻ കഴിയുന്ന ദിവസം വരെ ഇവിടുന്ന് സൗജന്യമായിട്ട് നമ്മൾ പരിശീലനം നൽകുന്നതാണ്. മേളകളുടെ ഭാഗമായി 10 ദിവസം പ്രഗത്ഭർ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും വിവിധതരം ആക്ടിവിറ്റികളും അരങ്ങേറുന്നുണ്ട്. യുവ പ്രതിഭാ സംഗമം, കലാകായിക അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ മേളയുടെ മാറ്റുകൂട്ടുന്നുണ്ട്. വിവിധ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങളും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും കുടുംബശ്രീ സംരംഭകരുടെ വിവിധ പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് അടുത്തറിയാനും ആസ്വദിക്കാനും മേള അവസരമൊരുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബീച്ചിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സരസ് മേളയുടെയും ഭാഗമായി സംഗീത സാന്ദ്രമായ രാവും ഇവിടെ അണിയിച്ചൊരുക്കുന്നുണ്ട്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നടത്തിയ സെലിബ്രിറ്റി ഫുട്ബോൾ ആവേശമായി മാറുകയും ചെയ്തു. ജനപ്രതിനിധികളും മാധ്യമ പ്രവർത്തകരുമാണ് ഇരു ടീമുകളിലുമായി അണിനിരന്നത്. കോഴിക്കോട് ബീച്ചിലൊരുങ്ങിയ എന്റെ കേരളം പ്രദർശന വിപണന മേള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം ചെയ്തത്. വിവിധ സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ ഉൾപ്പെടെ ആയിരങ്ങൾ അണിനിരന്ന വിളംബര ഘോഷയാത്രയും വ്യത്യസ്തമായ കാഴ്ചയായി മാറി. വിവിധ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങളും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും കുടുംബശ്രീ സംരംഭകരുടെ വിവിധ പ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് അടുത്തറിയാൻ മേള അവസരമുണ്ടാക്കും. ഫ്രീഡം സ്ക്വയറിനോട് ചേർന്ന് 45,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ ശീതീകരിച്ച ജർമ്മൻ ഹാങ്കർ പന്തലിലാണ് മേള നടക്കുന്നത്. നിർമ്മിത ബുദ്ധി, ഡ്രോൺ, റോബോട്ടിക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷന്റെ എക്സ്പീരിയൻസ് സെന്റർ പവലിയൻ, ഫിറ്റ്നസ് സോൺ, ഹെൽത്ത് സോൺ, വിവിധതരം ചലഞ്ചുകളും ഉൾപ്പെടുത്തുന്ന കായിക വകുപ്പിന്റെ പവലിയൻ തുടങ്ങിയവ മേളയുടെ മറ്റ് ആകർഷകങ്ങളാണ്.
കേരളം മെഗാ എക്സ്പോയുടെയും സരസ് മേളയുടെയും ഭാഗമായി ഫ്രീഡം സ്ക്വയറിൽ ദിവസേന വൈകിട്ട് സംഗീത, നൃത്ത, ഫ്യൂഷൻ പരിപാടികളും അരങ്ങേറുന്നുണ്ട്. 1000-ലേറെ പേരെ ഒരേ സമയം ഉൾക്കൊള്ളാവുന്ന ശീതീകരിച്ച പവലിയനിൽ 250 വിപണന സ്റ്റാളുകളാണ് സരസ് മേളയ്ക്കായുള്ളത്. 600 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ഫുഡ് കോർട്ടിൽ ഇതര സംസ്ഥാനങ്ങളിലേതടക്കം 50 സ്റ്റാളുകളുമുണ്ട്. 1500 NSS വോളണ്ടിയർമാർ സേവനത്തിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയിലും ദേശീയ സരസ് മേളയിലും ഭാഗമായി മാറുന്നുണ്ട്. ജില്ലയിലെ 1500 NSS വോളണ്ടിയർമാർ, ജില്ലാ NSS കോർഡിനേറ്റർ തുടങ്ങിയവർ ഈ പരിപാടിയുടെ ഭാഗമായി നിലകൊള്ളുന്നു.